വളരെ രുചികരമായൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പല ഷേപ്പിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് 3 കിഴങ്ങ് പുഴുങ്ങിയതാണ്. അത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ട മസാലകളാണ് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം അതിൽ ചേർക്കാൻ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് അതിനായിട്ട് 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല വൃത്തിയായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് നമുക്ക് വേവിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് എന്നിവ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നേരത്തെ പുഴുങ്ങി വെച്ച കിഴങ്ങ് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ലതായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വേറെ ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളക്, പൊടിയായിട്ട് അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, സവാള എന്നിവ ഇട്ട് നല്ലതായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് ചേരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അത് പച്ചമുളക് കടിക്കില്ല, കട്ട്ലേറ്റ് കഴിക്കാനും ഇഷ്ടപ്പെടും. നല്ല ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിയെടുക്കണം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടും. നല്ലതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വന്നാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതിനകത്ത് നേരത്തെ പൊടിച്ചു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ പുഴുങ്ങി ഉടച്ചു വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കിഴങ്ങിട്ടുകൊണ്ട് അല്പം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പല ഷേപ്പിൽ, ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഹാർട്ടിൻ്റെ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, ഇങ്ങനെയൊക്കെ പല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളത് ഇഷ്ടപ്പെട്ടത് കഴിച്ചോളും. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് മുക്കി പൊരിക്കാൻ വേണ്ടി മുട്ടയുടെ വെള്ള, 2 മുട്ടയുടെ വെള്ളയും 2-3 പീസ് ബ്രെഡും പൊടിച്ചതാണ്. ഇനി ആ മുട്ടയുടെ വെള്ളയിൽ മുക്കി, ഇനി ബ്രെഡ് പൊടിക്കകത്ത് മുക്കി നമുക്ക് എണ്ണയിലിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഇത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് പൊരിച്ചെടുക്കുക, തീ കൂട്ടി വെക്കരുത്. പിന്നെ ബ്രെഡിലൊക്കെ ഇട്ട് നമുക്ക് പൊരിക്കുന്നത് കൊണ്ട് തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കോരിയെടുക്കാം. നല്ല രുചികരമായ കട്ട്ലേറ്റ്, പല ഷേപ്പിലുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.